മക്കളെ, സോ നമ്മൾ മാത്സിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി രണ്ട് മേജർ ടോപ്പിക്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് എല്ലാ എക്സാമിനും കണ്ടിന്യൂറ്റിയിൽ നിന്നും ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. അതിൽ തന്നെ ഡിഫറൻഷ്യബിലിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പല ടൈപ്സ് ഓഫ് ഡിഫറൻസിയേഷൻ ഉണ്ട് അല്ലേ. ചെയിൻ റൂൾ ഉണ്ട്, അതേപോലെ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, പാരാമെട്രിക് ഡിഫറൻസിയേഷൻ, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഡിഫറൻസിയേഷൻ ഉണ്ട്. ഇതൊക്കെ മാറി മാറി എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സോ നമുക്ക് എല്ലാ ടൈപ്പും ക്വസ്റ്റ്യൻസ് ഒന്ന് കവർ ചെയ്ത് പോവാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫംഗ്ഷൻസ് ഒക്കെ മാറി മാറി വരുമ്പോൾ ഇതേ ടൈപ്പിൽ തന്നെ, അതായത് ഇതേ പാറ്റേണിൽ തന്നെ ഫംഗ്ഷൻസ് മാറി വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Consider the function f of x is equal to kx plus 1 if x less than or equal to 5 and 3x minus 5 if x greater than 5. എന്ന് വെച്ചാൽ 5 എന്ന് പറയുന്ന ഒരു പോയിന്റ് ലെഫ്റ്റിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5ന്റെ ലെഫ്റ്റിലാണ്. 5ന്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ kx plus 1 ആണ്. റൈറ്റ് സൈഡിൽ x greater than 5 എന്ന് പറയുമ്പോൾ 5നേക്കാളും വലിയ പോയിന്റ്സ് ആണ്. greater than 5ൽ ഫംഗ്ഷൻ 3x minus 5 ആണ്. ഇങ്ങനെ പീസ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് പീസ് ആയിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സും കാണാനാണ് ആദ്യം. പിന്നെ നമ്മളോട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഈ ടൈപ്പ് ക്വസ്റ്റൻ ആണ് കണ്ടിന്യൂറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുക, എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യുക തുടങ്ങിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഒന്ന് റിയൽ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു റിയൽ ലൈൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. 5 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എടുക്കുന്നുണ്ട്, കാരണം 5ലാണ് ഈ ഫംഗ്ഷന്റെ സ്പ്ലിറ്റ് വരുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5ൽ ഫംഗ്ഷൻ kx plus 1 ആണ്. എന്ന് വെച്ചാൽ 5ന്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ kx plus 1 ആണ്. ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ 6, 7, 8 എന്നൊക്കെ പറയുന്നത് 5ന്റെ റൈറ്റ് സൈഡ് അല്ലേ. റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ 3x minus 5 ആണ്. ലെഫ്റ്റിലും റൈറ്റിലും ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്നത് ആദ്യം നമ്മുടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 മൈനസ്, അതായത് ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ പോവാണ് എഫ് ഓഫ് എക്സ്. എങ്ങനെ ഇത് കാണുക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് ആയിട്ട് ഏത് ഫംഗ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്? kx plus 1 ആണോ 3x minus 5 ആണോ? എടാ 5 മൈനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ലിമിറ്റ് ആണ്. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് 5ലേക്ക് വരുമ്പോൾ ഉള്ള ലിമിറ്റ് ആണ് അല്ലേ. സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 5ലോട്ട് വരിക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫംഗ്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ലെഫ്റ്റിലെ ഫംഗ്ഷൻ ഏതാണ്? kx plus 1 ആണ്. അപ്പം ഞാൻ ഇവിടെ എഫ് ഓഫ് എക്സിന് എന്ത് കൊടുക്കണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 മൈനസ് kx plus 1 എന്ന് കൊടുക്കണം. എക്സിന് പകരം 5 കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 5k plus 1 ലിമിറ്റ് ആയിട്ട് കിട്ടും. എങ്ങനെ ലിമിറ്റ് കാണാം? ജസ്റ്റ് എക്സിന് പകരം നമ്മൾ 5 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 5k plus 1 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ലിമിറ്റ്. ഇതുപോലെ റൈറ്റ് ലിമിറ്റ് കാണണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. എന്താണ് വാല്യൂ വരിക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 5 പ്ലസ് എന്ന് പറയുമ്പോൾ 5ന്റെ റൈറ്റിൽ നിന്നാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. 5ന്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? 3x minus 5 ആണ്. അപ്പം നമ്മളിവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 പ്ലസ് 3x minus 5 എന്ന് കൊടുക്കണം. എന്നിട്ട് എക്സിന് പകരം 5 കൊടുത്താൽ 3 into 5 minus 5 എന്ന് വരും. അതായത് 15 minus 5 10 എന്ന് വരും. ലെഫ്റ്റ് ലിമിറ്റ് 5k plus 1 ആണ്, റൈറ്റ് ലിമിറ്റ് 10 ആണ്. ഇനി ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഇഫ് f ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഈ കാണുന്ന 5ലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. 5ലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 5ലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. നോട്ട് ദി പോയിന്റ്, ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് 5. ഫംഗ്ഷൻ f of x is continuous at 5. Therefore, at x equal to 5 നമുക്ക് എന്ത് പറയാൻ പറ്റും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്ത LHL എന്താണ്? 5k plus 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5k plus 1 is equal to റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ നമ്മൾ കണ്ടത്? 10 എന്നല്ലേ. സോ ഇനിയും അത് കാണേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ മുന്നേ കണ്ടുവച്ചിട്ടുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 5k plus 1 is equal to 10, which means 5k is equal to 10 minus 1 9. That means kയുടെ വാല്യൂ 9/5 ആയിരിക്കും. അപ്പോൾ ഇതേപോലെ മിസ്സിംഗ് ആയിട്ടുള്ള k അല്ലെങ്കിൽ a ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടുത്തെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെന്നുള്ള കാര്യമാണ്. ഈ ഈക്വാലിറ്റി വെച്ചിട്ടാണ് നമ്മൾ kയുടെ ഒക്കെ വാല്യൂ ഫൈൻഡ് ചെയ്യാറുള്ളത്. നമുക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇവിടെ ഫംഗ്ഷൻ 2 പോയിന്റ്സിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഫംഗ്ഷൻസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ 5 ആണ്. 2ന്റെയും 10ന്റെയും ഇൻ ബിറ്റ്വീൻ ഫംഗ്ഷൻ ax plus b ആണ്. ഗ്രേറ്റർ ദാൻ 10ൽ ഫംഗ്ഷൻ 21 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ അഗെയിൻ ഒരു റിയൽ ലൈൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇത് നിർബന്ധമൊന്നും അല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 2, 10 ഈ 2 പോയിന്റ്സ് അല്ലേ കാണുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? 2ഉം 10ഉം മാർക്ക് ചെയ്യാം.
നിങ്ങൾ നോക്കിക്കേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ 5 ആണ് എന്ന് വെച്ചാൽ 2ന്റെ താഴെ അല്ലെങ്കിൽ 2ന്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ 5 ആണ് എന്ന് പറയാം. 2ന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ 5 ആണ്. 2ന്റെ ലെഫ്റ്റിലോട്ട് മൊത്തത്തിൽ ഫംഗ്ഷൻ 5 ആണ്. 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ 2ന്റെയും 10ന്റെയും ഇൻ ബിറ്റ്വീൻ എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അവിടെ ഫംഗ്ഷൻ ax പ്ലസ് ബി ആണ്, വിച്ച് മീൻസ് 2ന്റെയും 10ന്റെയും ഇടയിൽ ഈ ഒരു ഭാഗത്ത് ഫംഗ്ഷൻ ax പ്ലസ് ബി ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ 10ന്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ 21 ആണ്. സോ ഈ രീതിയിൽ ഞാൻ 2ഉം 10ഉം വെച്ച് നമ്മുടെ ഫംഗ്ഷനെ കറക്റ്റ് ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലിമിറ്റ് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മളോട് എയുടെയും ബിയുടെയും വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ലിമിറ്റിന്റെ LHL ഉം RHL ഉം ഈക്വൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. എങ്ങനെ ഇവിടെ ചെയ്യാം? രണ്ട് പോയിന്റ്സ് നിങ്ങൾക്ക് കാണുന്നില്ലേ, 2 and 10. രണ്ട് പോയിന്റ്സിൽ ഇവിടെ നമുക്ക് എന്ത് കാണണം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പോയിന്റ് ചൂസ് ചെയ്യാം, കാരണം ഇവിടെ രണ്ട് വാല്യൂസ് ഫൈൻഡ് ചെയ്യാനുണ്ട് AB. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പോയിന്റ് ചൂസ് ചെയ്യാം, അതായത് F is continuous at 2 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. at x equal to 2. സംഗതി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കും. 2ൽ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ at x equal to 2 നമ്മുടെ LHL ഉം RHL ഉം ഈക്വൽ ആയിരിക്കും. എന്താ LHL? ലിമിറ്റ് x tends to 2 minus f of x. And that is equal to limit x tends to 2 plus f of x എന്ന് വരും. എന്താ ലിമിറ്റ് x tends to 2 minus f of x എന്ന് പറയുന്നത്? നമ്മൾ 2ന്റെ ലെഫ്റ്റിലുള്ള ഫംഗ്ഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. 2ന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? f of x ന് പകരം 5 എന്ന് കൊടുക്കണം. ഇതേപോലെ നമ്മൾ ലിമിറ്റ് x tends to 2 plus f of x ന് പകരം എന്ത് കൊടുക്കണം? 2ന്റെ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ, അതായത് 2ന്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് വരുന്ന ഫംഗ്ഷൻ ax പ്ലസ് ബി ആണ്. 21 എഴുതരുത് കേട്ടോ, തൊട്ട് റൈറ്റിൽ വരുന്ന ഫംഗ്ഷൻ ax പ്ലസ് ബി ആണ്. അപ്പോൾ നമ്മളിവിടെ ax പ്ലസ് ബി എന്ന് കൊടുത്തു. വിച്ച് മീൻസ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 5 തന്നെയാണ്. ax പ്ലസ് ബിയിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോൺസ്റ്റന്റ് ലിമിറ്റ് കോൺസ്റ്റന്റ് അല്ലേ, അപ്പോൾ 5ൽ ലിമിറ്റ് അപ്ലൈ ചെയ്താലും 5 തന്നെയാണ് കിട്ടുക. ax പ്ലസ് ബിയിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് പകരം 2 വരും, എന്ന് വെച്ചാൽ 2a പ്ലസ് ബി എന്ന് കിട്ടും. 5 is equal to 2a പ്ലസ് ബി എന്ന് കിട്ടി. ഇത് നിങ്ങൾ ഇക്വേഷൻ 1 ആയിട്ട് അവിടെ വെക്കുക. ഇതേപോലെ നമുക്ക് എന്തുകൂടി ഫൈൻഡ് ചെയ്യാം? ഒരു ഇക്വേഷൻ കൂടി ഫൈൻഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? 10 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി കൺസിഡർ ചെയ്യണം. സോ at x equal to 10 നമുക്ക് എന്ത് പറയാൻ പറ്റും? at x equal to 10 ഇതേപോലെ നമുക്ക് LHL ഉം RHL ഉം ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അതായത് ലിമിറ്റ് x tends to 10 minus f of x ഉം ലിമിറ്റ് x tends to 10 plus f of x ഉം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് f of x ആയിട്ട് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? 10ന്റെ ലെഫ്റ്റ് റൈറ്റും ആണ് നോക്കേണ്ടത്. 10 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ആരാടാ? ax പ്ലസ് ബി ആണ്. റൈറ്റിലോ 21 ആണ്. അപ്പോൾ ax പ്ലസ് ബിയും 21 ആണ് നമ്മൾ ലെഫ്റ്റും റൈറ്റും ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. സോ ലിമിറ്റ് x tends to 10 minus ax പ്ലസ് ബി ലെഫ്റ്റിലെ ഫംഗ്ഷൻ, റൈറ്റ് സൈഡിൽ ലിമിറ്റ് x tends to 10 plus 21. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എന്താണ് കിട്ടുക? 10 ലിമിറ്റ് കൊടുക്കുമ്പോൾ 10a പ്ലസ് ബി എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ 21 is a constant. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും 21 എന്നാണ് കിട്ടുക. സോ വി ഗെറ്റ് 10a പ്ലസ് ബി is equal to 21. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി. 2a പ്ലസ് ബി is equal to 5 and 10a പ്ലസ് ബി is equal to 21. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഞാൻ സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് 10a പ്ലസ് ബി is equal to 21. മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ 2a പ്ലസ് ബി is equal to 5 ആണ്. സോ 2a പ്ലസ് ബി is equal to 5 ഞാൻ എഴുതി. സെയിം കോഎഫിഷ്യൻസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻസ് തന്നെ തമ്മിൽ മൈനസ് ചെയ്യാം. അതായത് ബി എന്ന് പറയുന്നത് ഇവിടെ സെയിം ആണ്. ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് സെയിം ആണെങ്കിൽ അയാൾ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് മറ്റേ ആളെ ഫൈൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇവിടെ നമുക്ക് ബി ക്യാൻസൽ ചെയ്യാൻ പറ്റും. 10a മൈനസ് 2a എന്ന് പറയുമ്പോൾ 8a വരും. ബി മൈനസ് ബി 0 എന്ന് വരും. 21 മൈനസ് 5 എന്ന് പറയുമ്പോൾ 16 വരും. വിച്ച് മീൻസ് a is equal to 16 by 8 that is equal to 2. നമുക്ക് എയുടെ വാല്യൂ കിട്ടി. ഈ എയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് ഇപ്പോൾ നമ്മൾ എഴുതിയ രണ്ട് ഇക്വേഷൻസ് 10a പ്ലസ് ബി ഈക്വൽ ടു 21 അല്ലെങ്കിൽ 2a പ്ലസ് ബി ഈക്വൽ ടു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് ദി അതർ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് 2a പ്ലസ് ബി ഈക്വൽ ടു 5 കൺസിഡർ ചെയ്യാം. അവിടെ നമ്മൾ എക്ക് പകരം 2 എന്ന് കൊടുത്താൽ 2 into 2 4 plus b is equal to 5 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് b ഈക്വൽ ടു 5 മൈനസ് 1 ദാറ്റ് is equal to 4. അങ്ങനെ നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്തു. കണ്ടിന്യൂറ്റിയിൽ നിന്ന് മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസിൽ തന്നെയാണ്. കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുക, അതേപോലെ എ ബിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുക. രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്തോ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് കണ്ട് പേടിക്കൊന്നും വേണ്ട. ലിമിറ്റ് നമ്മൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്ന ലിമിറ്റ് തന്നെയാണ് ചോദിക്കാറുള്ളത്. പോളിനോമിയലൊക്കെ നമ്മൾ ജസ്റ്റ് എക്സിന് വരെ ആ പോയിന്റ് കൊടുത്താൽ ലിമിറ്റ് കിട്ടും. സോ ലിമിറ്റ് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് കൺഫ്യൂസ് ആവണ്ട. യു ക്യാൻ ഡു ദിസ് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വഴി നോക്കിക്കോളൂ. y is equal to sin of 2x plus 3 ആണെങ്കിൽ dy by dx എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെയിൻ റൂൾ ആണ്. അതായത് ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് കാണാം. സൈൻ ഓഫ് 2x plus 3 എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൽ എക്സിന് പകരം 2x plus 3 വന്നതാണ്. അപ്പോൾ സൈൻ എക്സ് ഒരു ഫംഗ്ഷൻ ആണ്, 2x plus 3 മറ്റൊരു ഫംഗ്ഷൻ ആണ്. രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ ആകുമ്പോൾ നമ്മൾ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക? dy by dx എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ
സൈൻ ഓഫ് സംതിങ് അല്ലേ, അപ്പോൾ പുറമേയുള്ള ഫംഗ്ഷൻ സൈൻ ആണ്. സൈനിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും, കോസ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പാടില്ല, കാരണം ഇവിടെ സൈനിന്റെ ഉള്ളിൽ 2x+3 അല്ലേ. അപ്പൊ നമ്മുടെ ആൻസറിലും കോസിന്റെ ഉള്ളിൽ 2x+3 എന്ന് വരണം. ഇവിടെ സൈൻ എക്സിന്റെ കോസ് എക്സ് ആ, ഇവിടെ സൈൻ ഓഫ് 2x+3 അല്ലേ, അപ്പൊ കോസ് ഓഫ് 2x+3. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു എന്തുകൂടി ചെയ്യണം, ഉള്ളിൽ 2x+3 എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ, അയാളുടെ ഡെറിവേറ്റീവ് കൂടി എടുക്കണം. 2x+3യുടെ ഡെറിവേറ്റീവ് എന്താടാ, 2 ആണ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി, അതായത് 2 cos 2x+3. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക, പുറമേയുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക ഇൻറ്റു ഉള്ളിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഒരു ക്വസ്റ്റൻ കൂടി ചെയ്ത് നോക്കിയാലോ, ലോഗ് ഓഫ് സൈൻ എക്സ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ലോഗിന്റെ ഉള്ളിൽ എക്സിന് പകരം വന്നയാളാണ് സൈൻ എക്സ്. സോ രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ ആണ്. ആൻഡ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ ഇവിടെ ലോഗ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ആദ്യം ആലോചിക്കേണ്ടത്. 1/x അല്ലേ, ഇവിടെ എക്സ് അല്ല ഉള്ളിൽ സൈൻ എക്സ് ആണ്. അപ്പൊ നമ്മൾ 1/x എന്നല്ല എഴുതേണ്ടത്, 1/sin x എന്നാണ്. കൂടെ എന്തുകൂടി ചെയ്യണം, ഉള്ളിലുള്ള സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, cos x ആണ്. അപ്പൊ നമ്മൾ cos x കൂടി എഴുതി കൊടുക്കണം. ആദ്യം ലോഗിന്റെ ഡെറിവേറ്റീവ് ആലോചിക്കുക, 1/x ആണ്. ഇവിടെ ലോഗ് ഓഫ് സൈൻ എക്സ് ആയതുകൊണ്ട് നമ്മൾ 1/sin x എന്ന് എഴുതി. എന്നിട്ട് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള cos x കൂടി കൊടുത്താൽ റെഡിയാണ്. 1 into cos x by sin x എന്ന് പറയുന്ന ഒരു ഫോമാറ്റിലാണ് അല്ലേ. അതായത് ആക്ച്വലി ഇത് cos x by sin x ആണ്. cos x by sin x എന്താടാ, cot x ആണ്. അപ്പൊ നമ്മുടെ ഡെറിവേറ്റീവ് ആക്ച്വലി cot x ആണ്. കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. dy by dx നമ്മൾ കാണണം. ഇഫ് 2x plus 3y is equal to sin x. 2x plus 3y sin x ആണെങ്കിൽ dy by dx എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ആക്ച്വലി എന്ത് ഫോമാറ്റിലാണ്, ഒരു ഇംപ്ലിസിറ്റ് ഫോമാറ്റിലാണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ 3y is equal to എന്ന് പറഞ്ഞ് വൈയുടെ ടേമിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യാം. ബട്ട് സ്റ്റിൽ ഇതിപ്പോൾ എക്സും വൈയും മിക്സ്ഡ് ആയിട്ട് കിടക്കുകയായതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ലെഫ്റ്റും റൈറ്റും ഡിഫറൻഷിയേറ്റ് ചെയ്ത് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് എന്താ കിട്ടുക, 2xന്റെ ഡെറിവേറ്റീവ് 2 എന്ന് കിട്ടും. 3yയുടെ ഡെറിവേറ്റീവോ 3 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy by dx. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. വൈയുടെ ഡെറിവേറ്റീവ് വെറുതെ 1 എന്ന് എഴുതിയാൽ പോരാ, dy by dx എന്ന് എഴുതണം. റൈറ്റ് സൈഡിൽ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് cos x ആണ്. നമുക്ക് എന്ത് കിട്ടും, 3 ഇൻറ്റു dy by dx is equal to cos x minus 2 എന്ന് വരും. which means dy by dx is equal to cos x minus 2 by 3. അപ്പോൾ ഇതാണ് നമ്മുടെ dy by dx എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ലെഫ്റ്റും റൈറ്റും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. dy by dx ടേമിനെ മാത്രം ഒരു സ്ഥലത്ത് വെച്ച് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റുന്നു. അങ്ങനെ നമുക്ക് dy by dxന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, സൈൻ എക്സിന് പകരം സൈൻ വൈ ആണ്. ഓക്കെ, 2x plus 3y is equal to sin y. അപ്പോൾ നമുക്ക് ഒരിക്കലും y is equal to എന്ന് പറഞ്ഞ് ഇതിനെ മാറ്റാനൊന്നും പറ്റില്ല. നമ്മുടെ പ്രോപ്പർ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഡിഫറൻഷിയേറ്റ് both sides with respect to x. Differentiate both sides with respect to x. ആദ്യം 2xന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് 2 എന്ന് കിട്ടും, നേരത്തെ ചെയ്ത പോലെ തന്നെ. 3yയുടെ ഡെറിവേറ്റീവോ 3 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് dy by dx. റൈറ്റ് സൈഡിൽ നേരത്തെ sin x ആയിരുന്നു, നമ്മൾ ഒറ്റയടിക്ക് cos x എന്ന് എഴുതി. ഇവിടെ sin y ആണ്, നമ്മൾ cos y എന്ന് എഴുതി നിർത്തരുത്. വൈയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള dy by dx കൂടി കൊടുക്കണം, മറക്കരുത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, y ടേംസ് വരുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി അവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് വെറും കോസ് വൈ അല്ല, കൂടെ വൈയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള dy by dx കൂടി കൊടുക്കണം. അതേപോലെ y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y എന്നല്ല, 2yയുടെ കൂടെ dy by dx കൂടി കൊടുക്കണം വെൻ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ആ കാര്യം ഒന്ന് ഇംപ്ലിസിറ്റിൽ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക, dy by dx ഉള്ള ടേംസിനെ നമ്മൾ ഒന്നിച്ച് വെക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ലെഫ്റ്റിൽ 2 കീപ്പ് ചെയ്യാം, 3 dy by dx റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ cos y dy by dx അവിടെ ഓൾറെഡി ഉണ്ട്, അതിന്റെ കൂടെ -3 ഇൻറ്റു dy by dx വരും. രണ്ട് ടേമിലും dy by dx ഉള്ളതുകൊണ്ട് dy by dx നമുക്ക് കോമൺ എടുത്താൽ cos y -3 എന്ന് എഴുതാൻ പറ്റും അല്ലേ. കാരണം എന്താ, രണ്ട് ടേമിലും dy by dx ഉണ്ട്, രണ്ടുപേരെയും നമ്മൾ കോമൺ എടുത്തു. ഫസ്റ്റ് ടേമിൽ ബാക്കി cos y ആണ്, സെക്കൻഡ് ടേമിൽ -3 ആണ്. അവരെ നമ്മൾ ഒന്നിച്ചു വെച്ചു. നമുക്ക് എന്ത് വാല്യൂ ആണ് വേണ്ടത്, dy by dx ആണ് അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, dy by dx അല്ലാത്തവരൊക്കെ ലെഫ്റ്റിലോട്ട് എടുക്കാം. സോ ഇവിടെ ബാക്കിയുള്ളത് cos y -3 ഒന്നിച്ച് നിൽക്കുന്നുണ്ട്, 2 ലെഫ്റ്റിൽ കിടക്കുന്നുണ്ട്. dy by dx കിട്ടണമെങ്കിൽ നമുക്ക് കൂടെയുള്ള cos y -3 ലെഫ്റ്റിലോട്ട് എടുക്കണം. സോ വാട്ട് വിൽ ബി dy by dx? dy by dx എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക dy by dx is equal to, നമുക്ക് എന്ത് ചെയ്യാം, 2ന്റെ കൂടെ cos y -3 കൊടുത്താൽ 2 by cos y
-3 എന്ന് വരും. 2/cos 5 - 3. നേരത്തെ ആൻസർ cos x - 2/3 ആയിരുന്നു. ഡിഫറൻസ് ഉണ്ട് അല്ലേ? സോ ചെറിയൊരു എക്സും വൈയും വ്യത്യാസം വരുമ്പോൾ തന്നെ നമ്മുടെ ആൻസറിൽ വലിയ മാറ്റം ഉണ്ടാവും. ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടി ആണ്. എക്സ് ഇസ് ഈക്വൽ ടു, അതായത് വൈ ഇസ് ഈക്വൽ ടു എക്സിന്റെ ടേമിലല്ല, എക്സും വൈയും ഒരു തേർഡ് വേരിയബിൾ ടിയുടെ ടേമിലാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് dy/dx കാണുക? ശ്രദ്ധിക്കുക. dy/dx എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സും വൈയും ഒക്കെ ടിയുടെ ടേമിലല്ലേ? നമ്മൾ ചെയ്യേണ്ടത് dy/dt കാണുക, dx/dt കാണുക, ഇവരെ ഡിവൈഡ് ചെയ്യുക. സോ dy/dt ബൈ dx/dt ആണ് dy/dx എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ആദ്യം dy/dt എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y is equal to 2at ആണ്. അങ്ങനെയാണെങ്കിൽ dy/dt എന്തായിരിക്കും? 2at യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി അതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാം. 2a ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? 2a എന്ന് വരും. സിമിലർലി എക്സ് എന്താടാ? എക്സ് ഇസ് ഈക്വൽ ടു at² ആണ്. അപ്പോൾ എന്തായിരിക്കും dx/dt എന്ന് പറയുന്നത്? a ഇൻറ്റു ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, അതായത് 2t എന്ന് വെച്ചാൽ 2at എന്ന് വരും. ഇതാണ് dx/dt. dy/dtയും dx/dtയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താ കിട്ടുക? dy/dtക്ക് പകരം 2a കൊടുക്കുക, dx/dtക്ക് പകരം 2at കൊടുക്കുക. 2a ക്യാൻസൽ ആയാൽ നമുക്ക് 1/t എന്ന് ആൻസർ കിട്ടും. സോ വാട്ട് ഇസ് dy/dx? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/t. ഇതുപോലെ എക്സും വൈയും ടിയുടെയോ തീറ്റയുടെയോ ടേമിലാണെങ്കിൽ വി ഹാവ് ടു ഡു dy/dt ബൈ dx/dt, അല്ലെങ്കിൽ dy/dθ ബൈ dx/dθ. ഒരു ക്വസ്റ്റൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് സൈൻ ടി ആണ്, വൈ കോസ് 2t ആണ്. എങ്ങനെയാ dy/dx കാണുക? dy/dx ഇസ് ഈക്വൽ ടു dy/dt ബൈ dx/dt ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു, ആദ്യം y എന്ന് പറയുന്നത് കോസ് 2t ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? കോസ് ഓഫ് സംതിങ് ആണ് അല്ലേ? അപ്പോൾ ആദ്യം കോസ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ഓഫ് എക്സിന് പകരം 2t എന്ന് കൊടുക്കണം. കാരണം നമുക്ക് കോസിന്റെ ഉള്ളിൽ 2t ആണ്. കൂടെ എന്ത് ചെയ്യണം? 2tയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2 കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൈനസ് സൈൻ 2t ഇൻറ്റു 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ dx/dt എന്ന് പറഞ്ഞാൽ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് ആണ്. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി? കോസ് ടി. സിമ്പിൾ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സൈൻ 2tക്ക് പകരം എന്ത് എഴുതാം? സൈൻ 2θ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ സൈൻ 2x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് 2 sin x cos x. ഇത് നമുക്ക് അറിയാവുന്ന ഐഡന്റിറ്റി ആണ് അല്ലേ? അതുപോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സൈൻ 2t ഉള്ളത് കൊണ്ട് അതിന് പകരം -2 ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. മൈനസും അവസാനം വരുന്ന 2 ഒക്കെ നമ്മൾ ഒന്നിച്ചു വെച്ചു. സൈൻ 2tക്ക് പകരം ഞാൻ എന്ത് എഴുതാണ്? 2 sin t cos t എന്ന് കൊടുക്കുകയാണ്. ഡിവൈഡഡ് ബൈ കോസ് ടി. എനിക്ക് എന്ത് ചെയ്യാം? കോസ് ടി തമ്മിൽ ക്യാൻസൽ ചെയ്യാം. -2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ അത് 4 ആയിട്ട് മാറും. സോ ബാക്കി ഉണ്ടാവുക -4 ഇൻറ്റു ഒരു സൈൻ ടി ആണ്. കോസ് ടി ക്യാൻസൽ ആയ ബാക്കിയുള്ളത് സൈൻ ടി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താടാ? -4 സൈൻ ടി ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? dy/dt കണ്ടു, dx/dt കണ്ടു, എന്നിട്ട് നമ്മൾ അവരെ ഡിവൈഡ് ചെയ്തപ്പോൾ സൈൻ 2tയെ നമ്മൾ ഒന്ന് കൺവേർട്ട് ചെയ്തു. അങ്ങനെയുള്ള എളുപ്പമുള്ള കൺവേർഷൻസ് ആണെങ്കിൽ ചെയ്തു നോക്കുക കേട്ടോ. കാരണം പെട്ടെന്ന് ക്യാൻസലേഷൻ നടന്ന് നല്ല ഭംഗിയുള്ള ഒരു ആൻസറിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ സൈൻ 2tയെ നമ്മൾ 2 sin t cos t എന്ന് കൊടുത്തു. താഴെയുള്ള കോസ്റ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്തു. വി ഗോട്ട് -4 sin t ആസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡിഫറൻഷിയേറ്റ് x റൈസ് ടു sin x വിത്ത് റെസ്പെക്ട് ടു x. എക്സിന്റെ പവർ എന്താടാ? sin x ആണ്. അതായത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. എക്സ് എന്ന് പറയുന്ന ആളുടെ പവർ ആയിട്ട് ഒരു ഫംഗ്ഷനാണ് വരുന്നത് അല്ലേ? സൈൻ എക്സ്, ലോഗ് എക്സ്, കോസ് എക്സ് എന്നൊക്കെ പറഞ്ഞ് എക്സിന്റെ പവർ അല്ലെങ്കിൽ സൈൻ എക്സിന്റെ പവർ കോസ് എക്സ്, ഇങ്ങനെയൊക്കെ ഫംഗ്ഷൻസിന്റെ പവർ മറ്റൊരു ഫംഗ്ഷൻ ആണെങ്കിൽ വി യൂസ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. എങ്ങനെയായിരുന്നു ചെയ്യുക? ആദ്യം y ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്ന ഫംഗ്ഷനെ എഴുതുക. y ഇസ് ഈക്വൽ ടു x റൈസ് ടു സൈൻ എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യണം, എന്നിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. ആദ്യം ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ ലോഗ് y എന്ന് വരും, റൈറ്റ് സൈഡിൽ ലോഗ് ഓഫ് x റൈസ് ടു സൈൻ എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റും റൈറ്റും ലോഗ് അപ്ലൈ ചെയ്തു. ഇനി x റൈസ് ടു സൈൻ എക്സിന്റെ കേസിൽ ലോഗിന്റെ പ്രോപ്പർട്ടി പ്രകാരം ഈ പവർ മുന്നോട്ട് വരും. സോ ഇറ്റ് ബിക്കംസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. സൈൻ എക്സ് മുന്നോട്ട് വന്നാൽ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ലെഫ്റ്റിൽ ലോഗ് y ആണ്, റൈറ്റ് സൈഡിൽ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. ഇത്ര എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് dy/dx ആണ് കാണേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യം ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ചെയിൻ റൂൾ ആണ്. ലോഗ് എക്സിൻ്റെത് 1/x ആണ്, ഇവിടെ ലോഗ് y ആണ്. അപ്പോൾ 1/y എന്ന് വരും, പിന്നെ വൈയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് dy/dx. റൈറ്റ് സൈഡിൽ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണ് എന്ന് വെച്ചാൽ വി ഹാവ് ടു യൂസ് പ്രോഡക്റ്റ് റൂൾ. സൈൻ എക്സ് ഒരു ഫംഗ്ഷൻ ആണ്, ലോഗ് എക്സ് മറ്റൊരു ഫംഗ്ഷൻ ആണ്. സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് u ഇൻറ്റു v ഡാഷ് എന്ന് പറഞ്ഞാൽ 1/x എന്ന് വരും.
പ്ലസ് യു ഡാഷ് എന്ന് പറയുമ്പോൾ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് വരും ഇൻറ്റു വി എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്. ചുരുക്കി പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു 1/x പ്ലസ് കോസ് എക്സ് ലോഗ് എക്സ് ആണ് നമ്മുടെ റൈറ്റ് സൈഡ്. നമുക്ക് വേണ്ടത് dy/dx അല്ലേ, അപ്പൊ നമുക്ക് കൂടെയുള്ള 1/y റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. 1/y റൈറ്റിലോട്ട് പോകുമ്പോൾ y ആയിട്ട് മാറും അല്ലേ, അതായത് y താഴെയുള്ള y അപ്പുറത്തോട്ട് വരുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് വരും. സോ dy/dx എന്തായിരിക്കും, dy/dx is equal to y ഇൻറ്റു നമ്മുടെ റൈറ്റ് സൈഡ് എഴുതി വെക്കുക. റൈറ്റ് സൈഡ് എന്തായിരുന്നു, സൈൻ എക്സ് ഇൻറ്റു 1/x എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ എക്സ് ആണ് പ്ലസ് കോസ് എക്സ് ലോഗ് എക്സ് ആണ്. So dy/dx is equal to y into this. And what is y? y നമ്മൾ എഴുതിയ y ആണ് അല്ലേ. y എന്ന് പറയുന്നത് x raised to sin x ആണ്. നമ്മളാണ് y ക്ക് പേരൊക്കെ കൊടുത്തത്, അതായത് x raised to sin x ന് y എന്ന് പേര് കൊടുത്തത്. സോ y ക്ക് പകരം x raised to sin x തിരിച്ചു കൊടുക്കാൻ മറക്കരുത്. x raised to sin x into sin x by x plus cos x log x എന്ന് വരും. ഇതാണ് നമ്മുടെ dy/dx. ചുരുക്കി പറഞ്ഞാൽ ആദ്യം നമ്മൾ ഫംഗ്ഷൻ റേസ് ഫംഗ്ഷൻ ഫോം ആണെങ്കിൽ ലോഗ് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ലോഗിന്റെ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഫംഗ്ഷൻ പവറിനെ മുന്നോട്ടൊക്കെ എടുത്ത് എഴുതും. അത് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 1/y dy/dx is equal to റൈറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്തു. അവസാനം നമ്മൾ y റൈറ്റ് സൈഡിലോട്ട് എടുത്തപ്പോൾ dy/dx കിട്ടി. ആൻഡ് yക്ക് x raised to sin x ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി കൊടുക്കണം. ഇത്രയും ചെയ്ത ആൻസർ ആയി. ഇതുപോലെ x raised to x അല്ലെങ്കിൽ cos x raised to sin x ഇതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. y is equal to x raised to x എന്നിട്ട് ഇതേപോലെ ലോഗ് അപ്ലൈ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെ കൂടുതൽ ഫംഗ്ഷൻസ് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. y is equal to x square plus 3x plus 2 ആണെങ്കിൽ d square y/dx square കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം y എന്ന് പറയുന്നത് x square plus 3x plus 2 ആണെങ്കിൽ what is dy/dx? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്, 3xന്റെ ഡെറിവേറ്റീവ് 3 ആണ്, 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ആൻസർ വരിക 2x plus 3 എന്നാണ്. ചോദിച്ചിട്ടുള്ളത് d square y/dx square ആണ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. എന്താ ചെയ്യുക, dy/dx ന് ഒരു തവണയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 2xന്റെ ഡെറിവേറ്റീവ് 2 ആണ്, 3യുടെ 0 ആണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ d square y/dx square എന്ന് പറഞ്ഞാൽ 3 നോട്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇഫ് y is equal to tan inverse of x whole square, prove that x square plus 1 whole square y2 plus 2x into x square plus 1 y1 is equal to 2. നമുക്ക് തന്നിട്ടുള്ളത് y എന്ന് പറയുന്നത് tan inverse of x whole square ആണ്. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ആദ്യം y എന്ന് പറയുന്നത് tan inverse x whole square ആണ്. ഈ y2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, y ഡബിൾ ഡാഷ് ആണ് കേട്ടോ. സോ ശരിക്കും നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഞാൻ ഈ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന ഭാഷയിൽ ഒന്നുകൂടി മാറ്റി എഴുതി തരാം. എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ y ഡബിൾ ഡാഷ് പ്ലസ് 2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 y ഡാഷ് ഇസ് ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ y1 ഉം y2 ഉം ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ആണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട സംഗതി. റൈറ്റ്, നമുക്ക് അതിലേക്ക് എത്താം. ആദ്യം തന്നിട്ടുള്ളത് y is equal to tan inverse of x whole square എന്നാണ്. പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷനിൽ y ഡാഷ് ഉണ്ട്, y ഡബിൾ ഡാഷ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തുടങ്ങാം. വാട്ട് ഇസ് y ഡാഷ് അല്ലെങ്കിൽ dy/dx? tan inverse of x whole square ഡെറിവേറ്റീവ് ആണ്. tan inverse of x whole square എന്ന് പറഞ്ഞാൽ സംതിങ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എഗെയിൻ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ്. എക്സ് സ്ക്വയറിൽ എക്സിന് പകരം tan inverse of x വന്നതാണ്. എന്താ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്? 2x ആണ്. ഇവിടെ tan inverse of x whole square ആണ്. അപ്പോൾ 2x എന്നല്ല എഴുതേണ്ടത്, 2 into tan inverse of x എന്ന് എഴുതണം. കഴിഞ്ഞിട്ടില്ല, tan inverse x ന്റെ ഡെറിവേറ്റീവ് കൂടി കൊടുക്കണം. ദാറ്റ് ഈസ് 1/1 plus x square. സോ 2 tan inverse x into 1/1 plus x square എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഈ 1 plus x square പിടിച്ച് ലെഫ്റ്റിലോട്ട് ഇടാം. അപ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും 1 plus x square into y dash is equal to റൈറ്റ് സൈഡിൽ എന്താണ് വരിക, 2 tan inverse x എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റും റൈറ്റും ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കാരണം നമുക്ക് എന്ത് വേണം, y ഡബിൾ ഡാഷ് വേണം. ഇവിടെ നോക്കിക്കേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷനിൽ y ഡബിൾ ഡാഷ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം രണ്ടാമത്തെ പ്രാവശ്യം. എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ലെഫ്റ്റിൽ നിങ്ങൾക്ക് കാണാം 2 ടേംസ് ഇവിടെ ഉണ്ട്, 1 plus x square y ഡാഷ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം u into v ഡാഷ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് 1 plus x square into v ഡാഷ് എന്ന് പറയുമ്പോൾ y യുടെ ഡെറിവേറ്റീവ് y, അതായത് y ഡാഷിന്റെ ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷ് എന്ന് വരും. അടുത്തതോ 1 plus x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് വരും. y ഡാഷ് നമ്മൾ അങ്ങനെ തന്നെ എഴുതും. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടുള്ള സംഗതി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 2 tan inverse x ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1/1 plus x square ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, 1 plus x square into y ഡബിൾ ഡാഷ് plus 2x into y ഡാഷ് is equal to 2/1 plus x square എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 plus x square ഇതിനെ പിടിച്ച് ലെഫ്റ്റിലോട്ട് ഇടാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, എല്ലാ ടേമിലും ഒരു 1 plus x square എക്സ്ട്രാ വരും. നോക്കിക്കേ, 1 plus x square ഹോൾ സ്ക്വയർ y ഡബിൾ ഡാഷ് എന്ന് വരും.
കാരണം എന്താടാ, നമ്മൾ റൈറ്റിലുള്ള 1+x²നെ ഈ രണ്ട് ടേമിലേക്ക് ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ലെഫ്റ്റിൽ മൊത്തത്തിൽ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ട് ടേമിനും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ടേമിൽ ഓൾറെഡി ഒരു 1+x² ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 1+x² കൂടി വരുമ്പോൾ ഇറ്റ് ബിക്കംസ് 1+x² y ഡബിൾ ഡാഷ് പ്ലസ് 2x കൂടെ 1+x² വരും. y ഡാഷ് അവിടെ ഉണ്ട് ആൻഡ് 2 എന്ന് ബാക്കി വരും. ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? ഒന്ന് നോക്കിക്കേ, 1+x² അല്ലെങ്കിൽ x² + 1² y ഡബിൾ ഡാഷ് പ്ലസ് 2x ഇൻറ്റു x² + 1 y ഡാഷ് ഇസ് ഈക്വൽ ടു 2. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സംഗതിയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിലൊക്കെ വെച്ച് സ്റ്റക്ക് ആവുകയാണെന്ന് വിചാരിക്കുക. അതായത് ഈ സ്റ്റെപ്പിൽ വെച്ച് നമ്മൾ എന്താ പറയുക, പോസ് ഇടുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇനി എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും റൈറ്റിൽ 2 ആണ് ആൻസറിൽ വരുന്നത്. അപ്പോൾ ഈ സംഗതി എന്തായാലും ഒഴിവാക്കണം. ഈ സംഗതിയെ നമുക്ക് ലെഫ്റ്റിലോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഫോമാറ്റിലേക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ എന്താണോ ചോദിച്ചത് ആ ഒരു ഫോമാറ്റിലേക്ക് എത്തിക്കേണ്ടി വരും. സോ ഇവിടെ നമ്മൾ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തിലേക്ക് എത്തിച്ചു, തന്നിട്ടുള്ള ഇക്വേഷൻ കറക്റ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറൻസിയേഷൻ ഒന്നുകൂടി ചെയ്ത് പഠിക്കുക, കണ്ടിന്യൂറ്റിയിലെ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്കിനി അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെടാ, താങ്ക് യു സോ മച്ച്. ആൻഡ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ അല്ലേ? റൈറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.